ഹരിയാനയിലെ വോട്ടുകൊള്ളയിൽ രാഹുൽ ഗാന്ധി പരാമർശിച്ച ബ്രസീലിയൻ മോഡലിന്റെ പേര് ലാരിസ. തന്റെ പഴയ ചിത്രം ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്ന് ലാരിസ ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രതികരിച്ചു. വോട്ടർ പട്ടികയിൽ തന്റെ ചിത്രം വന്നത് അവിശ്വസനീയമാണ്. ഇതെന്ത് ഭ്രാന്താണ്? ഇത് ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നും ലാരിസ ചോദിച്ചു. ഇന്ത്യയിൽ നിന്ന് നിരവധി പേർ പ്രതികരണത്തിന് വേണ്ടി ബന്ധപ്പെടുന്നുണ്ടെന്നും ലാരിസ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നു. Gente, contar pra vocês uma fofoca, vocês vão rir demais. Não, vou contar fofoca. Gente, estão usando uma foto minha, antiga. Minha foto é velha, tá? Ó, tava novinha na foto, devia ter uns 20 anos, 18 anos. Estão usando a foto minha pra fazer, eu não sei se é uma eleição, alguma coisa de voto, que tem que votar. E na Índia, estão me colocando como indiana pra dar golpe nos outros, gente. Olha que loucura. Que doideira é essa? Que mundo nós estamos vivendo? Aí um repórter me chamou, querendo saber sobre esse trem, ligou lá no salão, no meu emprego, querendo conversar comigo pra entrevista. Aí eu não respondi, falei pra Tatá não passar meu número e tal. O cara achou meu Instagram, me chamou no Instagram. Agora uma outra pessoa que não tem nada a ver com o assunto, uma amiga minha de outra cidade, me manda uma foto. Vou colocar aqui pra vocês, aqui embaixo pra vocês verem. PR അരവിന്ദ് വിവരണം അയച്ചിരുന്നു. അരവിന്ദ്, എന്താണ് അവർ പറയുന്നത്? അംസ്, കഴിഞ്ഞ ദിവസമാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൊള്ള രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. ആ വോട്ടുകൊള്ള പുറത്തുവിടുന്നതിനിടെ ഒരു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രവും രാഹുൽ പുറത്തുവിട്ടിരുന്നു. 10 ബൂത്തുകളിലായി 22 തവണ വോട്ടറായി എത്തിയെന്നതാണ് രാഹുൽ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ ആ ബ്രസീലിയൻ മോഡൽ ലാരിസയുടെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. പോർച്ചുഗീസ് ഭാഷയിലാണ് ഈ മോഡൽ പ്രതികരിക്കുന്നത്. മോഡൽ ചൂണ്ടിക്കാണിക്കുന്നത് തന്റെ ചെറുപ്പകാലത്തെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ തന്റെ പേരുകൾ ചേർക്കപ്പെട്ടത്. ഇതുകൂടാതെ തന്നെ ഇത് വളരെ രീതിയിൽ അവിശ്വസനീയമാണ്, ഇത് ഉണ്ടാക്കുന്നതെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ മോഡലിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ജനങ്ങൾ അല്ലെങ്കിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിൽ ഉപയോഗിച്ച് തന്റെ ചെറുപ്പകാലത്തെ ചിത്രമെന്ന ഇപ്പോൾ ബ്രസീലിയൻ മോഡലായ ലാരിസ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നടക്കം നിരവധി പേർ തന്നുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നിരവധി മെസ്സേജുകളാണ് തനിക്ക് ലഭിക്കുന്നത് കൂടി ഇപ്പോൾ ലാരിസ വ്യക്തമാക്കുന്നു. പക്ഷേ ഇതെന്ത് ഭ്രാന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരമുള്ള ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ചോദ്യം കൂടി ഇപ്പോൾ മോഡൽ മുന്നോട്ട് വയ്ക്കുന്നു. ഇതിനോടൊപ്പം തന്നെ കോൺഗ്രസ് ഹാൻഡിലുകളടക്കം ലാരിസയുടെ പ്രതികരണം പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ശരിവെക്കുന്നത് തന്നെയാണ് മോഡലിന്റെ ഒരു പ്രതികരണം. കാരണം 22 തവണ വോട്ടറായി 10 ബൂത്തുകളിൽ 22 തവണയാണ് ലാരിസ എന്ന മോഡലിന്റെ ചിത്രം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തത്. അതിൽ നിരവധി പേർ വോട്ട് രേഖപ്പെടുത്തിയെന്ന ആരോപണം കൂടി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഉയർത്തുകയും പിന്നീട് ഈ മോഡൽ ആരാണെന്നുള്ള തരച്ചിലായിരുന്നു ഇന്ത്യൻ മാധ്യമങ്ങളടക്കം. ഇപ്പോൾ ലാരിസയുടെ ഒരു പ്രതികരണം തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ, കാരണം കൃത്യമായി ഈ വിഷയം ഞെട്ടലുണ്ടാക്കുന്നു, തന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് തന്നെ ബ്രസീലിയൻ മോഡലിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നു. എന്തായാലും ഗുരുതരമായ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉയർത്തുമ്പോഴും വിവിധ തലങ്ങളിൽ നിന്ന് അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളും വലിയ തരത്തിൽ നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടിയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. എന്തുകൊണ്ട് കോൺഗ്രസിന്റെ പോളിംഗ് ഏജന്റുമാർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഒരു ഉത്തരവാദിത്തമില്ലേ എന്ന ചോദ്യം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. എന്തായാലും പ്രതിഷേധം ശക്തമാക്കി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ബീഹാറിൽ രണ്ടാം ഘട്ട പ്രചാരണം നടക്കാൻ പോവുകയാണ്. കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വല്ല പ്രതികരണം ഉണ്ടായോ? ആ വിഷയത്തിലൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വരും മണിക്കൂറുകളിൽ ഒരു ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വാദങ്ങൾ തെറ്റെന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ മഹാരാഷ്ട്രയിലായാലും കർണാടകയിലായാലും സമാനമായ രീതിയിലുള്ള പരാമർശങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ആരോപണങ്ങളെ തള്ളുന്ന നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും മോഡലിന്റെ ചിത്രത്തിന്റെ ഭാഗമായ അല്ലെങ്കിൽ ഇതിനെ പ്രത്യേകം എടുത്തു പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശിച്ചിട്ടില്ല. പക്ഷേ ഈ കാര്യങ്ങൾ രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾ തീർത്തും തെറ്റെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. കള്ളവോട്ടുകൾ ഇത്രയും നടന്നിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ പോളിംഗ് ഏജന്റുമാർ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വൃത്തങ്ങൾ കഴിഞ്ഞ ദിവസം ഉയർത്തിയ ചോദ്യം. അപ്പോൾ പ്രധാനമായും കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസിന്റെ പോളിംഗ് ഏജന്റുമാരെ പൂർണ്ണമായും കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അവർക്ക് മേലൊരു കുറ്റം ചാർത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രക്ഷപ്പെടാനാണോ ശ്രമിക്കുന്നത്? ഒരു ഭരണഘടനാ സംവിധാനമാണ്. അപ്പോൾ ഒരു ഭരണഘടനാ സംവിധാനത്തിന്റെ വിശ്വാസ്യത ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലേ എന്ന ചോദ്യം കൂടി കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധത്തിന് തന്നെ കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യവ്യാപകമായി ഈ വിഷയം ഉയർത്തിക്കാണിക്കുവാനും കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ത്യ പാർട്ടികളുമായി കൂടിയാലോചനകൾ നടക്കും. അവരുമായി കൂടുതൽ പിന്തുണ തേടി മുന്നോട്ട് പോകുവാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ബ്രസീലിയൻ മോഡലിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. തന്റെ പഴയ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിക്കുവാനാണ് ശ്രമങ്ങൾ നടത്തിയെന്ന് കൂടി ഇപ്പോൾ മോഡൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അജിബ്സ്. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോയിലെ 2 പേർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു. പിങ്കി ജുഗീന്ദർ, മുനീഷ് ദേവി എന്നീ സ്ത്രീകളാണ് വോട്ട് ചെയ്തത്. 2024 ആധാർ കാർഡ് ഉപയോഗിച്ചാണ് വോട്ട് ചെയ്തതെന്ന് പിങ്കി പറഞ്ഞു. വോട്ടർ പട്ടികയിൽ ചിത്രം മാറിയത് അച്ചടിപ്പിശകാവാമെന്നാണ് ഇവരുടെ വാദം.
അരവിന്ദിലേക്ക് വീണ്ടും. അരവിന്ദ്, ഈ ബ്രസീൽ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച് 22ഓളം പേർ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 22 പേർ വോട്ട് ചെയ്യപ്പോൾ 22 പേരുടെയും ഫോട്ടോ മാറിപ്പോയി എന്നാണ് ഇവർ പറയുന്നത്. ചിത്രം ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തിയെന്ന് പറയുന്ന 2 പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. തങ്ങൾ ആധാർ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് 2024 തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. പിങ്കി ജുഗീന്ദർ ചൂണ്ടിക്കാണിക്കുന്നത് ചില അച്ചടി പിശകാകും, അല്ലെങ്കിൽ അച്ചടി പിശകായിരിക്കും ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വരാൻ കാരണമായതെന്നുകൂടി ഇപ്പോൾ ഈ വോട്ട് രേഖപ്പെടുത്തിയവർ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഈ വോട്ട് രേഖപ്പെടുത്തിയെന്ന് തന്നെ അവർ തന്നെ വ്യക്തമാക്കുമ്പോൾ എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ഒരിക്കൽ കൂടി ശരിവെക്കുകയാണ്. കാരണം 10 ബൂത്തുകളിലായി 22 തവണ ഈ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമുള്ള വോട്ടർമാർ എത്തിയെന്നതായിരുന്നു രാഹുൽ ചൂണ്ടിക്കാണിച്ചത്. അതിൽ 2 പേർ, ആ ചിത്രത്തിൽ ബാക്കി വിവരങ്ങൾ ഉണ്ടായിരുന്ന പിങ്കി ജുഗീന്ദർ അടക്കമുള്ള 2 പേരാണ് തങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയെന്ന് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതിൽ തെറ്റായിട്ടൊന്നും നിലവിലില്ല. കാരണം ആധാർ കാർഡ് അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് തങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയെന്നത് കൂടി പിങ്കി അടക്കം ചൂണ്ടിക്കാണിക്കുന്നു. വോട്ട് ചോരി നടന്നിട്ടില്ല എന്നുകൂടി ഇവർ വ്യക്തമാക്കുകയാണ്. എന്തായാലും ഈ കാര്യങ്ങളിൽ കൂടുതൽ പ്രതികരണം നൽകേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ കൃത്യമായൊരു പ്രതികരണം ഇതുവരെ നൽകാൻ സാധിച്ചില്ല. കോൺഗ്രസ് നൽകിയ പരാതികൾക്കെല്ലാം മറുപടി നൽകിയെന്ന് മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ചൂണ്ടിക്കാണിക്കുന്നു. BJP ആണ് രാഹുലിന്റെ ആരോപണങ്ങൾ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം ഗോപാലകൃഷ്ണന്റെ അടക്കം വീഡിയോ അത് തെറ്റെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് BJP നേതാക്കൾ. അപ്പോൾ കാരണം നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഒന്നടങ്കം പോയാണ് ഗോപാലകൃഷ്ണന്റെ പ്രതികരണം അടക്കം എടുത്തത്. ആ പ്രതികരണം എല്ലാം തെറ്റെന്ന് BJP പറയുമ്പോൾ എങ്ങനെയാണ് ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കേണ്ടതെന്നൊരു ആശയക്കുഴപ്പം ഈ കേന്ദ്ര നേതൃത്വത്തിനും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ട്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കും അതുപോലെ തന്നെ ഈ വിഷയം കൂടുതൽ ഉയർത്തിക്കാണിക്കുവാൻ തന്നെ രാഹുൽ തീരുമാനിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ വിഷയം കൂടുതൽ ചർച്ച ചെയ്യാം. പക്ഷേ ഹരിയാനയിലെ 2 വോട്ടർമാരാണ് ഈ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച്, അല്ലെങ്കിൽ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമുണ്ടായത് 2 വോട്ടർമാരാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. 2024 തെരഞ്ഞെടുപ്പിൽ ആധാർ കാർഡുകൾ ഉപയോഗിച്ച് തങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. മോഡലിന്റെ ചിത്രം വന്നത് ഒരു അച്ചടി പിശക് എന്നതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അജിംസ്.